12 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ പോലും മര്യാദയ്ക്ക് ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം പിന്നെ ഈ 12 മണിക്കൂർ ഒരു എക്സാമിന് വേണ്ടി ഒരു ദിവസം ഇരുന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കൽ ആണോ? മാർക്ക് മൈ വേർഡ്സ്, 100% പ്രാക്ടിക്കൽ ആണ്. ഈ പരീക്ഷയൊക്കെ ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഫീലിംഗ് വരുമല്ലോ, ആ ഫീലിംഗ് ഫയർ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ 12 മണിക്കൂറല്ല, അതിൽ കൂടുതൽ നിങ്ങൾക്ക് കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റും. സ്കൂളിലും കോളേജിലും ഒക്കെ ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്ന എനിക്കത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും അത് ഉറപ്പായും സാധിക്കും. ഇങ്ങനെ പഠിച്ചത് കൊണ്ടാണ് ഒരേ സമയം നടന്ന പരീക്ഷകൾ, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്ക് എനിക്ക് ഒരുമിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിച്ചത്. ഇവിടെ എനിക്ക് പ്രധാനമായിട്ടും ഹെൽപ്ഫുൾ ആയ കുറച്ച് ടെക്നിക്സ് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. ഈ വീഡിയോയുടെ ഒരു ലോങ് വേർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഒന്നാമതായി ചെയ്യേണ്ടത് സ്റ്റേ ഹൈഡ്രേറ്റഡ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പഠിക്കുന്നു, നമുക്ക് ശ്രദ്ധ മാറുന്നു എന്നൊക്കെ തോന്നുന്നെങ്കിൽ ഉറപ്പായും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. ഇത് നമ്മുടെ ബ്രെയിനിന്റെ പ്രൊഡക്ടിവിറ്റിയെ നന്നായി ബൂസ്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ട ടെക്നിക്കാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് പോലുള്ള പോമഡോറോ ടെക്നിക്. അതായത് നമ്മളൊരു 2-3 മണിക്കൂർ ഒരുമിച്ച് നിന്ന് പഠിക്കാതെ ഒരു അരമണിക്കൂറോ 25 മിനിറ്റോ പഠിക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, പിന്നെ ഒരു അരമണിക്കൂർ പഠിക്കുക, പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ, പിന്നെ ഒരു അരമണിക്കൂർ പഠിക്കുന്നു, 10 മിനിറ്റ് റെസ്റ്റ്. അങ്ങനെ ഒരു 3-4 സൈക്കിൾ ചെയ്തതിനു ശേഷം ഒരു അരമണിക്കൂർ പോയി റെസ്റ്റ് എടുക്കുക, പിന്നെ സ്റ്റഡീസിലേക്ക് തിരിച്ചു വരിക. ഇതിനോടൊപ്പം ഞാൻ യൂസ് ചെയ്തൊരു ടാക്ടിക്സ് എന്ന് പറയുന്നത് ഒരു സബ്ജക്ട് മാത്രമായിട്ട് ഇന്ന് പഠിക്കില്ല. ബിക്കോസ് നമ്മുടെ തലച്ചോറിലെ ഓരോ ഭാഗവും ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹിസ്റ്ററി പഠിക്കുന്ന ഭാഗം ആയിരിക്കില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി പഠിച്ച് മടുക്കുന്നതെന്ന് തോന്നുമ്പോൾ നിങ്ങൾ മാത്സിന്റെ 10 ചോദ്യങ്ങൾ എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക, പിന്നെ ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ പോവുക, പിന്നെ പൊളിറ്റിയിലേക്കോ സയൻസിലേക്കോ പോവുക. സോ തലച്ചോറിന്റെ ഒരു ഭാഗം മാത്രം ഉപയോഗിക്കാതെ തലച്ചോറിനെ മൊത്തത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഡിഫറെന്റ് സബ്ജക്റ്റുകൾ ടൈം സ്ലോട്ട് വെച്ച് മിക്സ് ചെയ്ത് പഠിക്കുക. പഠിച്ച് മടുക്കുന്നതെന്ന് തോന്നുമ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്താൽ ഇപ്പൊ 3-4 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ ഡ്രെയിൻ ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരു 50 ചോദ്യങ്ങൾ എടുത്ത് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഇതിന്റെ ഒക്കെ കൂടെ നന്നായിട്ട് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചെങ്കിൽ നമുക്കൊരു തൃപ്തിയാണ്, വയറൊക്കെ നിറഞ്ഞൊരു ഹാപ്പിനെസ് ആണ്, കൂടുതൽ ഉന്മേഷത്തോടെ ഇന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കും. ചുരുക്കിയാണോ കാര്യങ്ങൾ പറഞ്ഞത്? ഇനി ധാരാളം പറയാനുണ്ട്. ഈ ഒരു വീഡിയോയുടെ ലോങ് വേർഷൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അതിനോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ പറയണം. നിങ്ങൾ ഒരു ദിവസം ഇപ്പോൾ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട്? അതും കമന്റ് ചെയ്യുക. ഡിഗ്രി ലെവൽ, 10th +2 ലെവൽ അഫോർഡബിൾ കോഴ്സസ്, ബെസ്റ്റ് ടീച്ചേഴ്സിനെ വെച്ചുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.